ഭാരതത്തിന്റെ നയതന്ത്ര ഇടപെടൽ വീണ്ടും വിജയം. ഇറാൻ പിടികൂടിയ ഇസ്രായേൽ കപ്പൽ MSC ഏറിയസിലെ ഭാരതീയ ജീവനക്കാരിയെ വിട്ടയച്ചു. തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫിനെയാണ് വിട്ടയച്ചത്. ആൻ ടെസ നാട്ടിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. കപ്പലിൽ കഴിയുന്ന 16 ഭാരതീയരെയും തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ഊർജിതമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും വ്യക്തമാക്കി. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ആൻ ടെസ ജോസഫ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ആൻ ടെസയെ സ്വീകരിച്ചു. മകൾ നാട്ടിലെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കേന്ദ്ര സർക്കാരിനെ നന്ദി അറിയിക്കുന്നതായും പിതാവ് ബിജു എബ്രഹാം ജനം ടിവിയോട് പറഞ്ഞു. സന്തോഷവിശേഷം എന്ന് പറഞ്ഞാൽ അവളൊരു 3:30 ആയപ്പോ കൊച്ചി ലാൻഡ് ചെയ്തു. ഞാനിപ്പോ അവളെ എടുത്തോണ്ട് കോട്ടയത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാ സന്തോഷമുണ്ട്. കാര്യം ഒരുപാട് വേദനിച്ചു, ദുഃഖിച്ചു. ഇപ്പം ദൈവത്തിന്റെ കൃപയാൽ അവളെ എത്തിയപ്പോൾ ഒരുപാട് ദൈവത്തിന് നന്ദി പറയാണ്. അതോടൊപ്പം ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്യാം. കപ്പലിൽ കഴിയുന്ന ബാക്കി 16 പേരുടെയും മോചനം ഉറപ്പാക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ജനം ടിവിയോട് പറഞ്ഞു. ബാക്കിയുള്ള 16 പേരെയും തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സജീവമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ ശുഭാപ്തി വിശ്വാസമാണ് അക്കാര്യത്തിൽ എനിക്കുള്ളത്. ഏപ്രിൽ 13-നാണ് ഹോർമൂസ് കടലിടുക്കിനടുത്ത് ഫുജൈറ പോർട്ട് പരിസരത്ത് ഇസ്രായേലി കപ്പലായ MSC ഏറിയസ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പിടികൂടിയത്. സമുദ്രാതിർത്തി ലംഘിച്ചുവെന്നായിരുന്നു ഇസ്രായേൽ കപ്പലിനെതിരെ ഇറാൻ ആരോപിച്ച കുറ്റം. നാഷണൽ ഡെസ്ക്, ജനം.